സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിനിൽ തന്നിരിക്കുന്ന സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഉറപ്പുവരുത്തുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിന്റെ രണ്ടാം ശ്രീലങ്ക സന്ദർശനം ഏത് വർഷമായിരുന്നു? ശ്രീനാരായണ ഗുരു രണ്ടാമത്തെ പ്രാവശ്യം ശ്രീലങ്ക സന്ദർശിച്ച വർഷം 1926 ആണ്. 1926 ശ്രീനാരായണ ഗുരു രണ്ടാമത്തെ പ്രാവശ്യം ശ്രീലങ്ക സന്ദർശിച്ചത്. പഴയ കാലത്ത് മാപ്പിള പാട്ടുകൾ രചിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ. പഴയ കാലത്ത് മാപ്പിള പാട്ടുകൾ രചിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് അറബി മലയാളം. അറബി മലയാളം. പഴയ കാലത്ത് മാപ്പിള പാട്ടുകൾ രചിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് അറബി മലയാളം. മസഗോൺ ഡോക്ക് യാർഡ് എവിടെയാണ്? മുംബൈയിലാണ്. മസഗോൺ ഡോക്ക് യാർഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈയിലാണ് മസഗോൺ ഡോക്ക് യാർഡ് സ്ഥിതി ചെയ്യുന്നത്. മസ്നാവി എന്ന കൃതി രചിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ബാബർ ആണ്. മസ്നാവി എന്ന കൃതി രചിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ബാബർ. അറ്റോമിക് റിയാക്ടറിന്റെ കവചം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം കറുത്തീയമാണ്. അറ്റോമിക് റിയാക്ടറിന്റെ കവചം. അറ്റോമിക് റിയാക്ടറിന്റെ കവചം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? കറുത്തീയമാണ്. ആധുനിക ഒളിമ്പിക്സിന് വേദിയായ ആദ്യ നഗരം. ആധുനിക ഒളിമ്പിക്സിന് വേദിയായ ആദ്യത്തെ നഗരമാണ് ഏഥൻസ്. ആലത്തൂർ സിദ്ധാശ്രമത്തിന്റെ സ്ഥാപകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആലത്തൂർ സിദ്ധാശ്രമത്തിന്റെ സ്ഥാപകൻ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ഇന്ത്യയിലെ ആദ്യത്തെ വൈയാകരൻ പാണിനിയാണ്. പാണിനി. ഇന്ത്യയിലെ ആദ്യത്തെ വൈദ്യുതീകരിക്കപ്പെട്ട നഗരം ഏതാണ്? കൊൽക്കത്തയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൈദ്യുതീകരിക്കപ്പെട്ട നഗരമാണ് കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ദുർഗ. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് ദുർഗ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഗ്രാമീൺ സെന്റർ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഗ്രാമീൺ സെന്റർ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ നേത്ര ബാങ്ക് സ്ഥാപിതമായ നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ നേത്ര ബാങ്ക് സ്ഥാപിതമായത് ഏത് നഗരത്തിലാണ്? കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയ് ആരായിരുന്നു? ഡി അൽമേഡയായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയ് ഡി അൽമേഡ. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചതും എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് ആരംഭിച്ചത്? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയനായ മദ്രാസ് ലേബർ യൂണിയൻ സ്ഥാപിച്ചത് ശിങ്കാരവേലു ചെട്ടിയാറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയനായ മദ്രാസ് ലേബർ യൂണിയൻ സ്ഥാപിച്ചത് ആരാണ്? ശിങ്കാരവേലു ചെട്ടിയാർ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ ചണ്ഡീഗഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചണ്ഡീഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം ജംഷഡ്പൂർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണാംശമുള്ള തടാകമാണ് സാംബാർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണാംശമുള്ള തടാകമാണ് സാംബാർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും ചരിവ് കൂടിയ റെയിൽപാത മേട്ടുപ്പാളയം ഉദകമണ്ഡലമാണ്. ഊട്ടിയില് മേട്ടുപ്പാളയം ഉദകമണ്ഡലം റെയിൽപാതയാണ് ഇന്ത്യയിലെ ഏറ്റവും ചരിവ് കൂടിയ റെയിൽപാത. മേട്ടുപ്പാളയം ഉദകമണ്ഡലം റെയിൽപാത. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപാണ്.
ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ജൂൺ 21. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ഏതാണ്? ജൂൺ 21. ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ തീവണ്ടി ഏതാണ്? വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ തീവണ്ടി, വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇന്ത്യയുടെ അധികാര കൈമാറ്റവും വിഭജനവും എത്ര ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്? 72 ദിവസം കൊണ്ടാണ്. ഇന്ത്യയുടെ അധികാര കൈമാറ്റവും വിഭജനവും എത്ര ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്? 72 ദിവസം കൊണ്ടാണ്. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ ആണ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിന്റെ യഥാർത്ഥ രൂപം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം എവിടെയാണ്? ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിന്റെ യഥാർത്ഥ രൂപം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം സാരാനാഥ് ആണ്, സാരാനാഥ്. ഇന്ത്യ ഗവൺമെന്റ് 2005 ആരംഭിച്ച ഭാരത് നിർമ്മാൺ പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യ ഗവൺമെന്റ് 2005 ഏത് വർഷമാണ്? 2005 ആരംഭിച്ച പദ്ധതിയുടെ പേര് ഭാരത് നിർമ്മാൺ പദ്ധതി. ലക്ഷ്യം ഗ്രാമവികസനമാണ്, ഗ്രാമവികസനം. ഇന്ത്യ ഗവൺമെന്റ് 2005 ആരംഭിച്ച ഭാരത് നിർമ്മാൺ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഗ്രാമവികസനമാണ്. ഇൻസുലിൻ കണ്ടുപിടിച്ചത് ഫ്രെഡറിക് ബാന്റിംഗ് ചാൾസ് ബെസ്റ്റ്. ഫ്രെഡറിക് ബാന്റിംഗ് ചാൾസ് ബെസ്റ്റ്. ഇൻഫോസിസിന്റെ ആസ്ഥാനം ബാംഗ്ലൂർ. ഇൻഡോ ഗ്രീക്ക് വംശത്തിലെ രാജാക്കന്മാരിലെ ഏറ്റവും പ്രശസ്തർ മെനാൻഡർ. ഇൻഡോർ ഭരിച്ചിരുന്ന രാജവംശം ഹോൾക്കർ. ഇൻഡസ് എന്നറിയപ്പെടുന്ന നദി ഏതാണ്? സിന്ധു നദിയാണ്. ഇൻഡസ് എന്നറിയപ്പെടുന്ന നദി സിന്ധു നദി. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ആണ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. ഇൻഡിക്ക. ഇൻഡിക്ക രചിച്ചത് ആരാണ്? മെഗസ്തനീസ് ആണ്. ഇൻഡിക്ക രചിച്ചത് മെഗസ്തനീസ്. ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടിയുടെ സ്ഥാപകൻ BR അംബേദ്കർ ആണ്. ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി സ്ഥാപകൻ ആരാണ്? BR അംബേദ്കർ. ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടിയുടെ സ്ഥാപകൻ BR അംബേദ്കർ. രാത്രിയിൽ മാത്രം രക്തപരിശോധന നടത്തി നിർണയിക്കുന്ന രോഗം മന്താണ്. രാത്രിയിൽ മാത്രം രക്തപരിശോധന നടത്തി നിർണയിക്കുന്ന രോഗമാണ് മന്ത്. രാജീവ് ഗാന്ധി അക്കാദമി ഓഫ് ഏവിയേഷൻ ടെക്നോളജി എവിടെയാണ്? രാജീവ് ഗാന്ധി അക്കാദമി ഓഫ് ഏവിയേഷൻ ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തി ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. എവിടേക്ക്? രാജ്യസഭയിലേക്ക്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഏകീകൃത തിരിച്ചറിയൽ കാർഡും നമ്പറും നൽകുന്ന ആധാർ പദ്ധതി ആദ്യം നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഏകീകൃത തിരിച്ചറിയൽ കാർഡും നമ്പറും നൽകുന്ന ആധാർ പദ്ധതി ആദ്യം നടപ്പാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നത് ആരാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സഖ്യശക്തികളുടെ പശ്ചിമ ഭാഗത്തെ സർവ്വസൈന്യാധിപനായിരുന്നത് ഡ്വൈറ്റ് ഡി ഐസനോവർ. ഡ്വൈറ്റ് ഡി ഐസനോവർ. രാംലീല മൈതാനം ഏത് നഗരത്തിലാണ്? ഡൽഹിയിലാണ്. രാംലീല മൈതാനം സ്ഥിതി ചെയ്യുന്നത് ഡൽഹി. ഇടുക്കിയിൽ വൈദ്യുതോൽപാദനം ആരംഭിച്ചത് 1976. ഇടുക്കിയിൽ വൈദ്യുതോൽപാദനം ആരംഭിച്ച വർഷം ഏതാണ്? 1976 ആണ്. ഉയരം കൂടുന്തോറും ബാരോമീറ്ററിലെ രസനിരപ്പ് എന്താണ്? കുറയുന്നു. ഉയരം കൂടുന്തോറും ബാരോമീറ്ററിലെ രസനിരപ്പ് കുറയുന്നു. ഉരുക്കു വനിത എന്നറിയപ്പെട്ടത് മാർഗരറ്റ് താച്ചർ ആണ്. ഉരുക്കു വനിത എന്നറിയപ്പെട്ടത് ആരാണ്? മാർഗരറ്റ് താച്ചർ. ഏറ്റവും ബുദ്ധിവികാസമുള്ള കടൽ ജീവി ഏതാണ്? ഏറ്റവും ബുദ്ധിവികാസമുള്ള കടൽ ജീവിയാണ് ഡോൾഫിൻ. ഏറ്റവും ബുദ്ധിവികാസമുള്ള കടൽ ജീവി ഡോൾഫിൻ.
റിച്ച മിശ്രയുമായി ബന്ധപ്പെട്ട കായികീനം. റിച്ച മിശ്രയുമായിട്ട് ബന്ധപ്പെട്ട കായികീനമാണ് നീന്തൽ. റിച്ച മിശ്ര, നീന്തൽ. എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്? ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് എത്ര കിലോമീറ്റർ ഉയരത്തിലാണ്? 15 മുതൽ 60 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. 15 മുതൽ 60 കിലോമീറ്റർ വരെ ഉയരത്തിൽ. എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ് ആണ്. എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. എല്ല് വളമായിട്ട് ഉപയോഗിക്കാൻ കാരണം അതിൽ ധാരാളമായിട്ട് ഡാഷ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്, ഫോസ്ഫറസ്. എല്ല് വളമായിട്ട് ഉപയോഗിക്കാൻ കാരണം എന്താണ്? അതിൽ ധാരാളമായിട്ട് ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. ഏറ്റവും ബലമുള്ള താടിയെല്ലുകളുള്ള ജീവി ഏതാണ്? കഴുതപ്പുലിയാണ്. ഏറ്റവും ബലമുള്ള താടിയെല്ലുകളുള്ള ജീവിയാണ് കഴുതപ്പുലി. ഏത് അവയവത്തെയാണ് നെഫ്രൈറ്റിസ് ബാധിക്കുന്നത്? നെഫ്രൈറ്റിസ് ബാധിക്കുന്നത് വൃക്കയെയാണ്. ഏത് അവയവത്തെയാണ് നെഫ്രൈറ്റിസ് ബാധിക്കുന്നത്? വൃക്ക. വജ്രം കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമുള്ള സ്വാഭാവിക പദാർത്ഥം ഏതാണ്? കൊറണ്ടമാണ്. വജ്രം കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമുള്ള സ്വാഭാവിക പദാർത്ഥമാണ് കൊറണ്ടം. സർപ്പപ്പാട്ടിന്റെ മറ്റൊരു പേര് പുള്ളുവൻ പാട്ട്. സർപ്പപ്പാട്ടിന്റെ മറ്റൊരു പേരാണ് പുള്ളുവൻ പാട്ട്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ദക്ഷിണാഫ്രിക്കയാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല ദക്ഷിണാഫ്രിക്ക. ഗാന്ധിജിയുടെ ഒടുവിലത്തെ സത്യാഗ്രഹം അവസാനിച്ച ദിവസം 1948 ജനുവരി 18 1948 ജനുവരി 18. സ്വതന്ത്ര ഓൺലൈൻ വിജ്ഞാനകോശമാണ് വിക്കിപീഡിയ. സ്വതന്ത്ര ഓൺലൈൻ വിജ്ഞാനകോശം വിക്കിപീഡിയ. ജഡായുപ്പാറ എവിടെയാണ്? ജഡായുപ്പാറ ചടയമംഗലത്താണ്. ചടയമംഗലം. ചൈനയിലെ ആദ്യത്തെ ഇന്ത്യൻ അംബാസിഡർ സർദാർ KM പണിക്കർ. ചൈനയിലെ ആദ്യത്തെ ഇന്ത്യൻ അംബാസിഡർ ആരായിരുന്നു? സർദാർ KM പണിക്കർ. ഫോർമോസയുടെ ഇപ്പോഴത്തെ പേര് തായ്വാൻ. ഫോർവേഡ് പോളിസി കൊണ്ടുവന്ന ഗവർണർ ജനറൽ ലിട്ടൺ പ്രഭുവാണ്. ഫോർവേഡ് പോളിസി കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരാണ്? ലിട്ടൺ പ്രഭു. രേണുക, ചന്ദ്രതാൻ എന്നീ തണ്ണീർത്തടങ്ങൾ ഏത് സംസ്ഥാനത്താണ്? രേണുക, ചന്ദ്രതാൻ എന്നീ തണ്ണീർത്തടങ്ങൾ എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശ്. റേജിംഗ് റൈനോ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ. റേജിംഗ് റൈനോ INS ബ്രഹ്മപുത്രയാണ്. INS ബ്രഹ്മപുത്ര. റേജിംഗ് റൈനോ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ യുദ്ധക്കപ്പലാണ് INS ബ്രഹ്മപുത്ര. കേരള യുക്തിവാദി സംഘത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് MC ജോസഫ്. കേരള യുക്തിവാദി സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് MC ജോസഫ്. ദലൈ ലാമയുടെ പ്രവാസ ഗവൺമെന്റിന്റെ ആസ്ഥാനം ധർമ്മശാല. ദലൈ ലാമയ്ക്ക് നോബൽ സമ്മാനം ലഭിച്ച വർഷം 1989. ദണ്ഡി യാത്രയിൽ സന്നദ്ധ ഭടന്മാർക്ക് ആവേശം പകർന്ന ഗാനം ഏതാണ്? രഘുപതി രാഘവ രാജാറാമാണ്. ദണ്ഡി യാത്രയിൽ സന്നദ്ധ ഭടന്മാർക്ക് ആവേശം പകർന്ന ഗാനം രഘുപതി രാഘവ രാജാറാം. ദ്വാരക ആരുടെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്നു? ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്നു. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. റോളണ്ട് ഗാരോ ടൂർണമെന്റ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് ഓപ്പൺ ആണ്. റോളണ്ട് ഗാരോ ടൂർണമെന്റ്. റോളണ്ട് ഗാരോ ടൂർണമെന്റ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് ഓപ്പൺ ആണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.